ദില്ലിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ RSS പ്രചാരകൻ TG മോഹൻദാസ് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശം. കേസ് സൈബർ സെൽ IG P പ്രകാശ് അന്വേഷിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നൗഫൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നൗഫൽ, ഏതായാലും SFI അടക്കമുള്ള നിരവധി സംഘടനകളാണ് ഈ TG മോഹൻദാസിന്റെ വിദ്വേഷ പരാമർശത്തിൽ വലിയ തരത്തിൽ പരാതികൾ നൽകുകയും ചെയ്തത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ പരാതികൾ ലഭിക്കുന്നത്, പക്ഷേ പോലീസ് പരാതി എടുക്കാൻ തയ്യാറായിരുന്നില്ല. പ്രതിഷേധങ്ങൾക്കൊടുവിലായിരിക്കണം ഇപ്പോൾ അന്വേഷണത്തിന് IGP പ്രകാശിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സുജു, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന RSSന്റെ പ്രചാരകൻ കൂടിയായിട്ടുള്ള TG മോഹൻദാസ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കടുത്ത വിദ്വേഷം വമിക്കുന്ന അല്ലെങ്കിൽ ഡൽഹി CJP സമരത്തെ അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അതിനെതിരെ കർശനമായ വലിയ പ്രതിഷേധമാണ് അത്തരത്തിൽ തന്നെ ഉയർന്നു വന്നത്. ഇന്ന് സുജു പറഞ്ഞതുപോലെ SFI അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഇതിൽ AIYFന്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് AIYF DGPക്കും ഇമെയിൽ വഴിയും DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറയുന്ന സൈബർ സെൽ IG ആയിട്ടുള്ള P പ്രകാശിനെ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കൂടുതൽ ഭാഗങ്ങൾ ആയി അഭിമുഖം പൂർണ്ണമായും കേൾക്കും. അഥവാ അതിൽ കൂടുതൽ വിദ്വേഷപരമായ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത് ഈ പറയുന്ന TG മോഹൻദാസിനെ നേരിട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ വ്യക്തത വരുത്തും. എന്നിട്ടായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇക്കാര്യം അന്വേഷിക്കാൻ ഇപ്പോൾ ഈ സൈബർ സെൽ IGയെ തന്നെ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ ഇതിലുള്ളത്. സിജു, ശരി, നൗഫലാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നിലവിൽ TG മോഹൻദാസ് ദില്ലി കലാപത്തിൽ പങ്കെടുത്തവർക്ക് നേരെ വെടിയുതിർക്കണമായിരുന്നു, ചിലർ കൊല്ലപ്പെടട്ടെ എന്ന വിവാദ പ്രസ്താവനയിൽ വിദ്വേഷ പരാമർശത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ IGP പ്രകാശ് അന്വേഷിക്കുമെന്നുള്ള വിവരങ്ങൾ ആണ് നൗഫൽ പങ്കുവച്ചത്.